ഹോളിവുഡ് സിനിമയായ അയൺമാൻ കണ്ടവർക്കറിയാം, അതിലെ ടോണി സ്റ്റാർക്ക് എന്ന കഥാപാത്രത്തിന് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഹാർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ആർക്ക് റിയാക്ടർ എന്നായിരുന്നു. അതായത് ടോണി സ്റ്റാർക്ക് എന്ന ആ കഥാപാത്രത്തിന് അയൺമാൻ ആകുവാൻ വേണ്ടിയുള്ള എല്ലാ ശക്തികളും നൽകുന്ന ആ ഒരു ഹാർട്ട്. അതൊരു ഹോളിവുഡ് സിനിമയാണ്, സംഭവം ഒരു ഫിക്ഷനുമാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. തിയററ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആർക്ക് റിയാക്ടർ എന്ന് പറയുന്നത്. ആ സിനിമയിലെ രംഗം നമുക്ക് വേണമെങ്കിൽ ഫിക്ഷനാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാം. എന്നാൽ ശരിക്കും അത്തരമൊരു ഹൃദയം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് മറ്റെങ്ങുമല്ല, പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. അതെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തുടിക്കുന്ന ഹൃദയം ഇന്നും സൂക്ഷിക്കുന്ന പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം. ഒരുപാട് വ്യത്യസ്തമായ മിസ്റ്ററികൾ നിറഞ്ഞൊരു ക്ഷേത്രമാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം. അപ്പോൾ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തെ പറ്റിയുള്ള കുറച്ച് മിസ്റ്ററീസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നോർമലി നമുക്കറിയാം, ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലോഹം കൊണ്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടുള്ളതായിരിക്കാം. എന്നാൽ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തടിയിൽ തീർത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഗ്രഹങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ശ്രീകൃഷ്ണൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ സുഭദ്രയുടെയും ബാലഭദ്രയുടെയും വിഗ്രഹങ്ങളും അവിടെ കാണാൻ കഴിയും. ഇത്തരത്തിൽ തടി കൊണ്ടുള്ള വിഗ്രഹം ഉണ്ടാക്കിയതിന് തന്നെ കാരണം ശ്രീകൃഷ്ണൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ബ്രഹ്മപദാർത്ഥം അതിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള എനർജീസ് എമിറ്റ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് അതിലവർ വെച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ ഹൃദയമാണതെന്നാണ് വിശ്വാസം. ഈ സംഭവത്തിന് പിന്നിലുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കൽ വനത്തിലൂടെ പോകുന്ന സമയത്ത് ജാര എന്ന് പറയുന്ന ഒരു വേടൻ, അദ്ദേഹം ഒരു ട്രൈബൽ, അതായത് നമ്മുടെ ഒരു ആദിവാസി വേടനാണ്, അവിടെ ഒരു മാനിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്പ് അദ്ദേഹം എയ്യുകയും അത് നേരെ പോയി ശ്രീകൃഷ്ണൻ്റെ പാദത്തിൽ കൊള്ളുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ എന്ന മനുഷ്യരൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിൻ്റെ ആ ഭഗവാന്റെ അവസാനം അങ്ങനെയായിരുന്നു എന്നാണ് വിശ്വാസം. 3102 BC, അതായത് ദ്വാപര യുഗത്തിലായിരുന്നു ഈ സംഭവം നടന്നതെന്ന് വിശ്വസിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനാണ് മരിച്ചത് എന്നറിഞ്ഞ ജാരൻ വളരെയധികം ഭയപ്പെട്ടു. അദ്ദേഹത്താൽ കഴിയുന്നതെല്ലാം ചെയ്തെങ്കിലും ശ്രീകൃഷ്ണൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് അന്തിമ സംസ്കാരവും ജാരൻ എന്ന ആ വേടൻ തന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ ശേഷം പൂർണ്ണമായും അത് കത്തി ഒടുങ്ങുന്നത് വരെയും അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം കാണുന്നത് ആ ചിതയ്ക്കുള്ളിൽ ഒരു വസ്തു വളരെയധികം തിളങ്ങുന്നതായിട്ട്. അതായത് ശ്രീകൃഷ്ണൻ്റെ ഹൃദയഭാഗത്തിരുന്ന ആ ഒരു വസ്തു വളരെയധികം പ്രകാശം എമിറ്റ് ചെയ്യുകയും ഒരു എനർജി സോഴ്സ് പോലെ അവിടെ കാണപ്പെടുകയും ചെയ്തു. ഇതെന്താണെന്ന് ആ വേടനും മനസ്സിലായില്ല. അദ്ദേഹം അത് പലരുടെ അടുത്തും അന്വേഷിക്കുകയും പലർക്കും അത് വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആരും അത് വാങ്ങുവാൻ തയ്യാറായില്ല. ഒടുവിൽ അദ്ദേഹം ചെയ്തത് ഒരു തടിയിൽ ഇത് വെച്ച് ഒഴുക്കി വിടുകയായിരുന്നു. നദിയിലൂടെ ഒഴുകി ഇതെത്തിപ്പെട്ടത് പുരിയിലാണെന്നാണ് വിശ്വാസം. അന്ന് ഗുപ്ത സാമ്രാജ്യത്തിലെ അവണിയിലെ രാജാവായിരുന്ന ഇന്ദ്രദ്യുമ്നനായിരുന്നു പുരി ഭരിച്ചിരുന്നത്. അദ്ദേഹം വളരെ വലിയൊരു മഹാവിഷ്ണുവിൻ്റെ ഭക്തനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ മഹാവിഷ്ണുവിനെ സ്വപ്നം കാണുകയും മഹാവിഷ്ണു സ്വപ്നത്തിൽ ഇന്ദ്രദ്യുമ്നോട് പറഞ്ഞത് നദിയിൽ മുങ്ങിക്കുളിക്കണമെന്നാണ്. അവിടെ ഒരു തടിയിൽ നിനക്ക് എന്നെ കിട്ടുമെന്നും അദ്ദേഹം അരുൾ ചെയ്തു. പറഞ്ഞ പ്രകാരം തന്നെ ഇന്ദ്രദ്യുമ്നൻ നദിയിൽ പോയി സ്നാനം ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം നിവരുമ്പോൾ കാണുന്നത് ഒരു തടിയിൽ തിളങ്ങുന്ന ഒരു വസ്തു ഒഴുകി വരുന്നതാണ്. അദ്ദേഹം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ഇതിനെ ഒരു മൂർത്തിയിലേക്ക് മാറ്റുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. ഒരുപാട് ശില്പികൾ വന്നെങ്കിലും ആർക്കും ഇതിന് പറ്റിയ ഒരു മൂർത്തിയെ നിർമ്മിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു ശില്പി അവിടെ എത്തി താൻ ഈ മൂർത്തിയെ നിർമ്മിക്കാമെന്ന് രാജാവിനോട് പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് ഒരു നിബന്ധനയുണ്ടായിരുന്നു. 21 ദിവസത്തേക്ക് താൻ ഒരു അടച്ച മുറിയിലായിരിക്കും മൂർത്തിയെ നിർമ്മിക്കുന്നത്. ആ സമയത്ത് പുറത്തുനിന്ന് ആരും അദ്ദേഹത്തെ ശല്യപ്പെടുത്തുവാൻ പാടുള്ളതല്ല. രാജാവ് അത് സമ്മതിച്ച് അദ്ദേഹത്തിന് അതിനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. ആദ്യമൊക്കെയും ശില്പിയുടെ ആ മുറിയിൽ നിന്ന് ഈ മൂർത്തിയെ നിർമ്മിക്കുന്നതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാമായിരുന്നു. പിന്നീട് ഒരു ദിവസം മുതൽ ആ ശബ്ദം കേൾക്കാതെയായി. അങ്ങനെ രാജ്ഞിക്ക് അവിടെ ഒരു സംശയമുണ്ടായി. ഇനി ആ ശില്പി എങ്ങാനും ഭക്ഷണം കിട്ടാതെ പട്ടിണി മൂലം മരിക്കുകയോ വല്ലതും ചെയ്തോ എന്നുള്ളത്. രാജാവ് ആദ്യം എതിർത്തെങ്കിലും പിന്നീട് രാജ്ഞിയുടെ ആ ഒരു ഇച്ഛയ്ക്ക് വഴങ്ങി ആ മുറി തുറക്കുവാൻ ശ്രമിച്ചു. തുറന്ന് അവർ കാണുന്നത് അവിടെ 3 രൂപങ്ങളാണ്, വളരെ വ്യത്യസ്തമായ 3 വിഗ്രഹങ്ങൾ. എന്നാൽ ആ ശില്പി അവിടെ കാണുന്നതുമില്ല. ഒരു പൂർണ്ണതയില്ലാത്ത 3 വിഗ്രഹങ്ങൾക്കുള്ളിൽ ഒരു തുടിക്കുന്ന ഒരു എനർജി സോഴ്സാണ് അവർ കണ്ടത്. വളരെ തിളക്കമാർന്ന ഒരു പദാർത്ഥം. ആ മൂർത്തിക്കുള്ളിലേക്ക് തന്നെ ആ പദാർത്ഥത്തെ മാറ്റുകയും പിന്നീട് അവിടെ ക്ഷേത്രം പണിയുകയുമാണ് ചെയ്തത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം. കല്ലും ലോഹങ്ങളും
ഇലക്ട്രിസിറ്റിയുടെ നല്ല കണ്ടക്ടറാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ തടി വളരെ ബാഡായിട്ടുള്ള ഒരു കണ്ടക്ടറാണ്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത ഒന്ന്. അപ്പോൾ ഇലക്ട്രിക്കൽ പവറുള്ള എന്തോ ഒന്നാണ് ആ വസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ തടിയിൽ അത് സൂക്ഷിക്കുന്നത്. 12 വർഷം കൂടുമ്പോൾ പുരിയിൽ ഈ പറയുന്ന ആ ഒരു മൂർത്തിയെ മാറ്റാറുണ്ട്. കാരണം ഈ ഉള്ളിലുള്ള ആ ഹാർട്ട് അല്ലെങ്കിൽ ആ ബ്രഹ്മപദാർത്ഥത്തിൻ്റെ ശക്തി കൊണ്ട് ഈ പറയുന്ന തടിയൊക്കെയും ദ്രവിച്ചു പോകുന്നതും നശിച്ചു പോകുന്നതും പതിവാണ്. ആ സമയത്ത് ബ്രഹ്മപദാർത്ഥം പുതിയ മൂർത്തിയിലേക്ക് അവർ മാറ്റുകയും ചെയ്യും. ആ പ്രോസസ്സ് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ആ ഒരു സമയം പുരി നഗരം മുഴുവൻ ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കും എന്നുള്ളതാണ്. അന്ന് ഭക്തർക്ക് ആർക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. ആകെ അവിടുത്തെ പൂജാരിക്ക് മാത്രമാണ് ഇതിനുള്ള അനുമതിയുള്ളത്. അവർക്കും ഈ പറയുന്ന വസ്തുവിനെ നേരിട്ട് കാണാനുള്ള അനുമതിയില്ല. കണ്ണുകൾ കെട്ടി കയ്യിൽ വളരെ കട്ടിയുള്ള ഗ്ലൗസുകൾ അണിഞ്ഞിട്ടാണ് ഈ ഒരു പദാർത്ഥം അവർ ഒരു മൂർത്തിയിൽ നിന്ന് അടുത്ത മൂർത്തിയിലേക്ക് മാറ്റുന്നത്. ഇത് മാറ്റിയിട്ടുള്ള പൂജാരികളോട് പിന്നീട് ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നേരിട്ട് അവരും കണ്ടിട്ടില്ല, അവർക്ക് കാണാനുള്ള അനുമതിയുമില്ല. പക്ഷേ അത് കയ്യിലിരിക്കുമ്പോൾ ഒരു ജീവൻ തുടിക്കുന്ന ഒരു മുയലിനെ പോലെ അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തുവിനെ പോലെയാണ് തങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നാണ്. മാത്രവുമല്ല പുരി നിവാസികൾ പറയുന്നത് ഈ ബ്രഹ്മപദാർത്ഥം നേരിട്ട് കാണുകയാണെങ്കിൽ അവർക്ക് പിന്നീട് ജീവിച്ചിരിക്കുവാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ ഒരു കഥയും പുരിയിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു മിസ്റ്ററി എന്ന് പറയുന്നത് അവിടുത്തെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഗോപുരത്തിന് മുകളിലുള്ള ആ ഒരു പതാകയാണ്. അത് മറ്റുള്ള അവിടുത്തെ പതാകകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. കാറ്റിനൊപ്പം എല്ലാ പതാകകളും സഞ്ചരിക്കുമ്പോൾ പുരി ക്ഷേത്ര ഗോപുരത്തിലെ ആ ഒരു ഫ്ലാഗ് കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. പൂർണ്ണമായും അത് ഓപ്പോസിറ്റ് ആണോ സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും അതിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. എങ്കിലും ഒരു വ്യത്യസ്തമായ ദിശയിലായിരിക്കും എപ്പോഴും ആ ഒരു ഫ്ലാഗ് പറക്കുന്നതായി കാണുന്നത്. അതുകൂടാതെ അത്രയും ഉയരത്തിൽ കെട്ടിവെച്ചിട്ടുള്ള ആ ഒരു പതാക ദിവസേനെ അവിടുത്തെ ഒരു പണ്ഡിത്ത് മാറ്റുകയും ചെയ്യും. അതിനുവേണ്ടി അത്രയും മുകളിലേക്ക് അദ്ദേഹം വലിഞ്ഞു കയറി ആ ഒരു പതാക അഴിച്ച് മാറ്റുന്നത് തന്നെ വളരെ വലിയൊരു ദൃശ്യവിരുന്നാണ്. എന്നും ഈ പതാക അല്ലെങ്കിൽ ആ ഒരു ധ്വജം മാറ്റണം എന്നുള്ളതാണ് നിയമം. ഒരിക്കലെങ്കിലും ഈ പതാക മാറ്റിയില്ലെങ്കിൽ പിന്നീട് 18 വർഷത്തേക്ക് ആ പറയുന്ന പുരി ജഗന്നാഥ ക്ഷേത്രം അടഞ്ഞു കിടക്കും എന്നാണ് വിശ്വാസം. മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിസ്റ്ററി എന്ന് പറയുന്നത് അവിടുത്തെ പ്രസാദത്തെ പറ്റിയുള്ളതാണ്. സ്ഥിരം അന്നദാന പ്രസാദമുള്ള ഒരു ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. അവിടുത്തെ അന്നദാന പ്രസാദം ഒരുക്കുന്നത് തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അവിടുത്തെ പ്രസാദം ഇന്ന് വരെയും അധികമോ കുറവോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. എന്നും 500 പേർക്ക് വേണ്ടി മാത്രമാണ് പ്രസാദം ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ആൾ കുറയുകയും ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വരികയും ചെയ്യും. എന്നാൽ ഇന്ന് വരെയും പ്രസാദം അവിടെ ആർക്കും കിട്ടാതെ വന്നിട്ടില്ല. അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. അതിനെപ്പറ്റി ആ നാട്ടുകാർ പറയുന്നത് ജഗന്നാഥൻ്റെ വിളിയുള്ളവർക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയൂ എന്നുള്ളതാണ്. അവിടെ ഓരോ ദിവസവും വരുന്ന ആളുകളുടെ എണ്ണം അദ്ദേഹത്തിന് അറിയാമെന്നും ആളുകൾ വിശ്വസിക്കുന്നു. ആ പ്രസാദം പാകം ചെയ്യുന്നതും അതിലും വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ്. 7 മൺകലങ്ങൾ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചിട്ടാണ് തടി വിറകിൽ ഈ പറയുന്ന പ്രസാദം പാകം ചെയ്യുന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ നമ്മൾ അത്തരത്തിൽ ഒന്നിന് മുകളിൽ ഒന്നായി കലങ്ങൾ വെച്ച് പാകം ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഏറ്റവും അടിയിലുള്ള ആ ഒരു ചൂട് കൊണ്ട് തന്നെ ആ അടിയിലുള്ള മൺകലത്തിലുള്ളത് ആദ്യം പാകമാകണം. പിന്നീട് അതിൻ്റെ മുകളിലോട്ട് ഹീറ്റ് ചെന്ന് അടുത്തത് പാകമായി അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ ഒരു കുടങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു കലങ്ങളിൽ ഏറ്റവും മുകളിലിരിക്കുന്ന കലമാണ് ആദ്യം പാകമാവുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇന്നും ഒരു മിസ്റ്ററിയാണ്. പിന്നീട് അതിനുശേഷം അതിന് താഴെയുള്ളതും അവസാനം തന്നെയാണ് ഈ ഏറ്റവും ആദ്യം ഇരിക്കുന്ന തീയോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആ ഒരു കലത്തിലെ ഭക്ഷണം പാകമാകുന്നത്. മറ്റൊരു മിസ്റ്ററി എന്ന് പറയുന്നത് 214 അടിയോളം പൊക്കമുള്ള പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ആ ഗോപുരത്തിന് നിഴലുകളില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു കെട്ടിടത്തിന് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗോപുരത്തിന് ഒരു ദിശയിൽ നിന്ന് നോക്കിയാൽ പോലും അതിൻ്റെ നിഴലുകൾ കാണാൻ കഴിയില്ല എന്നുള്ളത് വളരെ വലിയൊരു അത്ഭുതമാണ്. പിന്നീട് മറ്റൊരു മിസ്റ്ററി എന്ന് പറയുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് മുകളിലൂടെയും നോ ഫ്ലൈ സോണാണ്. അതായത് വിമാനങ്ങൾക്ക് അതിൻ്റെ മുകളിലൂടെ പറക്കാനുള്ള അനുമതിയില്ല. അങ്ങനെ ലോകത്ത് ഒരുപാട് പ്രദേശങ്ങളുണ്ട്, അതായത് വിമാനങ്ങൾക്ക് പറക്കാൻ അനുമതിയില്ലാത്ത നോ ഫ്ലൈയിങ് സോൺസ്. എന്നാൽ പക്ഷികൾക്ക് പറക്കാൻ അനുമതിയില്ലാത്ത പ്രദേശങ്ങളില്ല. പക്ഷേ ഏറ്റവും വലിയ മിസ്റ്ററി എന്ന് പറയുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് മുകളിലൂടെ
ഒരിക്കലും ഒരു പക്ഷിയും പറക്കില്ല എന്നുള്ളതാണ്. ഇത്രയും കാലത്തിനിടയിലും ഒരുപാട് പക്ഷികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പറന്ന് പോകുന്നത് കാണുമെങ്കിലും പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് മുകളിലൂടെ പക്ഷികൾ പറക്കാറില്ല. മാത്രവുമല്ല, ഏറ്റവും വലിയ ഗോപുരങ്ങളിലും ഒക്കെയും നമ്മൾ കാണുന്നതാണ് എപ്പോഴും പ്രാവുകളും അതുപോലുള്ള പക്ഷികളും വന്നിരിക്കുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൽ ഒരു പക്ഷിയും ഇന്ന് വരെയും വന്നിരുന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കൂടി കഴിയില്ല. അതിന് പിന്നിലുള്ള മിസ്റ്ററി എന്താണെന്ന് ഇന്നും ആർക്കും അറിയില്ല. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആയുധമായ സുദർശന ചക്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് ഡയറക്ഷനിൽ നിന്ന് നോക്കിയാലും ആ പറയുന്ന സുദർശന ചക്രം നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതും ഒരു ആർക്കിടെക്ചർ വണ്ടർ തന്നെയാണ്. മറ്റൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ക്ഷേത്രമാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം. മാത്രവുമല്ല, പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഏറ്റവും വലിയ സമർപ്പണം നടത്തിയത് ഒരു സ്വിറ്റ്സർലൻഡ് വനിതയാണ്. 1,78,00,000 രൂപയാണ് അവർ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഡൊണേറ്റ് ചെയ്തത്. പക്ഷേ അവർക്കും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി പ്രവേശനം അനുവദിച്ചിട്ടില്ല. അവരും പുറത്ത് നിന്ന് തന്നെയാണ് ആ ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തെ പറ്റിയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം മിസ്റ്ററീസും കോൺസ്പിറസീസും കഥകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.